guys, welcome back to my YouTube channel. I know it's been a very long time നമ്മൾ തമ്മിൽ കണ്ടിട്ട്. Of course ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ we are heading off to Aligned. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവരെന്നെ പിക്ക് ചെയ്യാൻ വരുന്നേ ഉള്ളൂ. അപ്പോൾ വഴി നീളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അവരെ കൂടെ ഞാൻ പരിചയപ്പെടുത്തി തരാം. So let's go. സോ അപ്പോൾ ഗൈസ്, ഞാൻ ഓൾറെഡി 2-3 ഡേയ്സിൻ്റെ ട്രിപ്പാണ്. ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്തു. ഇത് ഓഫ് ഷോൾഡർ ബാഗ്. മാതാജി ബൈ ബൈ. സോ ഗൈസ്, ഞാൻ നമ്മളെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓരോരുത്തരായിട്ട് നിങ്ങൾക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഇതാണ് സുമിൻ, എൻ്റെ കൊളീഗ്. ഇത് ടോം, വണ്ടി ഓടിക്കുന്ന ആളെ കാണിച്ചു തരാം. ഹായ് പറയടാ. ഹലോ. ഇത് അനിത ചേട്ടൻ. അങ്ങനെ ഡ്രൈവിൻ്റെ ഇടയ്ക്ക് ബക്കാലിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്തായിരുന്നു നമുക്ക് വേണ്ടിയിട്ടുള്ള ഗ്രില്ലിനുള്ള ചാർക്കോളും വേറെ കുറേ ഗ്രോസറീസൊക്കെ മേടിക്കാനായിട്ട്. അപ്പോൾ അവർ പോയ ഗ്യാപ്പിൽ ഞങ്ങൾ സൺസെറ്റ് കണ്ടപ്പോൾ കുറച്ച് പിക്സൊക്കെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്ത് തരാണെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പോൾ ഞാൻ ഫോട്ടോസൊക്കെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കുറേ ഏറെ കൺഫ്യൂഷന് ശേഷം ഞങ്ങൾ ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരുന്നു. ഓക്കെ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ സ്റ്റേ. എയർബിഎൻബി എന്ന ആപ്പിലൂടെയാണ് ഞങ്ങൾ വില്ല ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നും ഒത്തിരി ആൾക്കാർക്ക് ആ ആപ്പ് എന്താണെന്നും വലിയ പിടുത്തമില്ല. സോ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോയുടെ എൻഡിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇനി നമ്മളെ റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കയറി വരുമ്പോൾ തന്നെ ഹോളാണ്. ഹോളിൽ സോഫ ബെഡും ഡൈനിങ് ടേബിളും ചെയർസും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡായിട്ട് 2 ബെഡ്റൂംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ബെഡ്റൂമിലും 2 സിംഗിൾ ബെഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി റൂംസിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ പ്രതീക്ഷേനേക്കാളും അടിപൊളിയായിരുന്നു കേട്ടോ. ഓരോ റൂമിലും നല്ല സ്പേഷ്യസ് ആയിട്ടും വാർഡ്രോബ്സും മിററും ഒക്കെ ആയിട്ട് സെറ്റായിരുന്നു. ഇനി ഇതുകൂടാതെ എക്സ്ട്രാ ഒരു ബെഡ്റൂം ഉണ്ടായിരുന്നു. അത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഇതിൽ നിന്നും നല്ല സ്പേഷ്യസും വാർഡ്രോബ്സൊക്കെ ഒത്തിരിയുള്ള റൂമായിരുന്നു. ഞാൻ കാണിച്ചു തരാം കേട്ടോ. പേഴ്സണലി എനിക്കത് ഇഷ്ടപ്പെട്ടുകൊണ്ട് അപ്പോൾ ഞാൻ ഈ റൂമായിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. ഇനി കിച്ചനും വാഷ്റൂമിൻ്റെ കാര്യത്തിലാണെങ്കിലും ബേസിക് നീഡ്സിനുള്ള എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ, ഫ്രിഡ്ജ് ആയിക്കോട്ടെ, കെറ്റിലായിക്കോട്ടെ, ഓവൻ ആയിക്കോട്ടെ, എല്ലാം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് കുളിച്ച് ഫ്രഷായി. ആ ടൈം കൊണ്ട് കിച്ചണിൽ വേറെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആ സമയം കൊണ്ട് ടോം കിച്ചൺ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കാണുന്നില്ലേ, ഇതുപോലെ അവർ മാറി മാറി അവരെ കുക്കിങ്ങിൻ്റെ സ്കിൽസ് തെളിയിക്കുകയായിരുന്നു കേട്ടോ. ടോമിൽ നിന്ന് അനന്തവേട്ടനിലേക്കും അനന്തവേട്ടനിൽ നിന്ന് സുമിനിലേക്കും അവർ തമ്മി ഹെൽപ്പ് ചെയ്തൊരു ചിക്കൻ കറി ഉണ്ടാക്കുക. അപ്പോൾ ഇതിലൊന്നും ഉൾപ്പെടാത്തതായിരുന്നു ഞാനും റൂബനും. പിന്നെ റൂബൻ ഡ്രൈവ് ചെയ്തതിൻ്റെ ക്ഷീണമായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ കാര്യം ആയിക്കോട്ടെ, എനിക്ക് കുക്കിംഗ് അറിയാത്തതുകൊണ്ടല്ല അവരെ ഞാൻ ഹെൽപ്പ് ചെയ്യാത്ത. പ്രിൻസസ് ട്രീറ്റ്മെൻറ്റ് എന്നാണല്ലോ ചൊല്ല്. ഇതെന്ത് കോമ്പിനേഷനാണെന്ന് എനിക്കും അറിയില്ല. പക്ഷെ വിശപ്പ് കാരണം ഞങ്ങൾ മേടിച്ചുകൊണ്ട് വന്നതിൽ നിന്നും ഫ്രഞ്ച് ഫ്രൈസ് പാക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങ് ഫ്രൈ ചെയ്തു. ആ നേരം കൊണ്ട് ചിക്കൻ കറി റെഡിയായി. പിന്നെ പ്രവാസികൾക്ക് പറയണ്ടല്ലോ അല്ലേ, അത് അനുഭവിക്കുന്നവർക്കറിയാം. വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവർ എന്ത് വന്നിട്ടാണേലും നമുക്ക് കഴിക്കാനുള്ള ആഹാരം നമ്മൾ വച്ച് തന്നെ പഠിക്കണം. അങ്ങനെയാണ് കേട്ടോ ഇവരെല്ലാവർക്കും നല്ല കുക്ക് ചെയ്യാനറിയാം. പിന്നെ അങ്ങോട്ട് വിശന്നിട്ടാണെന്നറിയില്ല, ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിയപ്പോൾ തന്നെ കഴിച്ച് കയറി കിടന്നു. അങ്ങോട്ട് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ഞാനിനി ഏത് ആപ്പിലൂടെയാണ് ഈ സ്റ്റേ ബുക്ക് ചെയ്തതെന്ന് കാണിച്ചു തരാം. എയർബിഎൻബി എന്നാണ് ആപ്പിൻ്റെ നെയിം കേട്ടോ. ഈക്വലി അപ്ലിക്കേഷൻസ് ബോത്ത് ആൻഡ്രോയിഡിലും ഐഫോണിലും അവൈലബിൾ ആണ്. എയർ ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് എൻ്റെ ഫുൾ ഫോം. ഞാനിവിടെ ഓൾറെഡി ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ലോഗിൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പോട്ട് കാണിച്ചു തരാം. ഹോംസ്, എക്സ്പീരിയൻസസ്, ഡിന്നർ എന്ന 3 ഓപ്ഷൻ നമുക്ക് കാണാം. അതിനകത്ത് ഹോംസിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻസും ഡേറ്റ്സും ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ലൊക്കേഷൻസിലുള്ള ഹോം സ്റ്റേസ് ഒക്കെ അവൈലബിൾ ആയിട്ട് കാണിക്കും. സോ നമ്മൾ നോർമലി പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് ബുക്ക് ചെയ്തിടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
സോ യൂസ്ഫുൾ ആയിരിക്കും ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ട് 6 to 7 മെമ്പേഴ്സായിട്ടൊക്കെ ട്രിപ്പ് പോകുന്നെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കുന്നത് കുറച്ചുകൂടെ ബെറ്ററാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഇതിനകത്ത് പെറ്റ്സും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ നോർമലി ഉള്ള ഹോട്ടൽസിലൊക്കെ അതൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. കഴിച്ച് ஏய் முனியாண்டி போய் சொல்லு வண்டி எடுத்த மாட்டேன்